നമ്മൾ ഇന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ നമ്മളൊരു വന്ന് ഷൗട്ട് ചെയ്തിരുന്നു. ഓക്കെ, തെറ്റാണോ? നമ്മുടെ പ്രൊഫഷൻ വേറെയാണല്ലോ. കാരണം നമുക്ക് ഒരുപാട് വീട്ടിൽ മരിച്ചു പോയെന്നും പറഞ്ഞ് നമുക്ക് ഇന്ന് ഡേറ്റ് കൊടുത്ത ഒരു പരിപാടി പോകണ്ടേ? ചന്ദ്ര, എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഒരുപാട് വീട്ടിൽ മരിച്ചു പോയെന്നും പറഞ്ഞ് നമുക്ക് ഇന്ന് ഡേറ്റ് കൊടുത്ത ഒരു പരിപാടി പോകണ്ടേ? അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. തെറ്റില്ലേ പോയില്ലെങ്കിൽ? അവര് വരണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രാവിലെ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. നമുക്ക് നാളെ മറ്റന്നാളൊക്കെ വേറെ പരിപാടികളുണ്ട്, ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മരിച്ചെങ്കിൽ ഇപ്പൊ ആൾക്കാർ നമ്മളെ കാണാൻ പറയാല്ല, ഫെയിം ഉള്ളതുകൊണ്ട്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. പല രീതിയിലും വ്യക്തിപരമായിട്ട് എന്റെ അങ്കിൾമാർക്ക് എന്നെ പിടിപ്പെടുത്തില്ല. പിന്നെ അങ്ങനെ നമ്മള് ഒരു ബഫൂണായിട്ട് ആൾക്കാർക്ക് മുന്നിലേക്ക് തോന്നുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടല്ലോ. അത് ശരിയാ, അത് ശരിയാ. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ശ്രീലക്ഷ്മി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അത് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടൊന്നുമല്ല നമ്മള് വന്നത്. നമ്മള് മറ്റേ എൻ്റെ ഒരു ആങ്കർ ചോദിച്ചു. അപ്പൊ ശ്രീലക്ഷ്മിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ശ്രീലക്ഷ്മി ഇന്റർവ്യൂവിൽ പോയി. അപ്പൊ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരണത്തിന്റെ സംഭവം അറിയാമല്ലോ, എല്ലാവർക്കും ഒരു സമയത്ത് മരിക്കും. പക്ഷെ അത് ദുഃഖത്തിൽ നമ്മൾ ഇതാകുന്നു. ഓക്കെ, താങ്ക് യു.